ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർഗിരിസംഭൂതർ രാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ 85-ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമുക്ക് പ്രധാനമായി നോക്കാനുള്ളത് ഭരത ശ്രീരാമ സംഗമമാണ്. മുമ്പത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഭരതൻ്റെ സൈന്യങ്ങൾ ദൂരെ നിന്ന് വരുന്നത് കണ്ട ലക്ഷ്മണൻ ക്രുദ്ധനായി. തങ്ങൾ അപകടപ്പെടുത്താൻ വേണ്ടിയാണ് ഭരതൻ വരുന്നത്, രാജ്യം തട്ടിയെടുത്തും പോരാ ഇനി ഇവിടെ വന്നിട്ടും ശല്യം ചെയ്യാനാണ് വരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം വളരെ ക്രുദ്ധനായി. എന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, ഈ ഭരതൻ ഇതാ വരികയാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭരതനെ കൊല്ലുന്നത് പോലും തെറ്റാണെന്ന് എനിക്ക് വിചാരമില്ല എന്നൊക്കെ വളരെയധികം ക്ഷുബ്ധനായിട്ട് ആണ് പറഞ്ഞത്. അസമീക്ഷകാരിത്വം എന്നൊക്കെ പറയും. അത് വേണ്ടത്ര മനസ്സിലാവുന്നതിന് മുമ്പേ ഏതെങ്കിലും വികാരം കൊണ്ട് എടുത്തിയാടിയിട്ട് ഒരാൾക്കെതിരായിട്ട് പറയുകയാണ്. ഐ.സി. ചാക്കോയുടെ ആത്മീയ ലോകത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ഭാഗം വളരെ വിശദമായി അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മരത്തിൻ്റെ മേലെ കയറിയിട്ട് ദൂരേക്ക് നോക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോഴാണ് ഭരതൻ്റെ സൈന്യങ്ങളൊക്കെ കൂടി വരുന്നത് കണ്ടത്. അപ്പോൾ തങ്ങൾക്കെതിരായിട്ടെന്തോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വല്ലാതെ ക്രുദ്ധനായി ലക്ഷ്മണൻ. ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇതാ വരുന്നു വേണ്ടുമ്പോൾ ഇതാലസിപ്പൂ യത്നാക്കൾ മോദാൽ ആനപ്പുറങ്ങളിൽ വില്ലുകൈക്കൊണ്ട് കൊന്നിന്മേൽ കയറി നിൽക്കുന്ന വീരനാം, അല്ലെങ്കിൽ ഇങ്ങ് താൻ നിൽക്കാം ചട്ടയിട്ട ആയുധത്തോടും. ഞാൻ ഇന്നിപ്പോൾ വാൽമീകി രാമായണത്തിൽ വള്ളത്തോളം ചെയ്തിട്ടുള്ള തർജ്ജമയാണ് ആശ്രയിക്കുന്നത്. മൂലഗ്രന്ഥം നോക്കാൻ തൽക്കാലം ചെറിയ പ്രയാസമുള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് ജ്യേഷ്ഠ നമ്മൾ ആയുധങ്ങളെടുത്ത് കൈപ്പിടി നിൽക്കാം, തീയൊക്കെ അണയ്ക്കാം, കാരണം പുക കണ്ടിട്ട് ഇങ്ങോട്ട് ഈ ശത്രുക്കൾ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും വന്മാലി രണ്ടുക അഗുസ്ത സീതയോടെന്നോടും ഭവാൻ ശാശ്വതൻ രാജ്യം ആർമൂലം കിട്ടിയിൽ അങ്ങേക്കു രാഘവ വന്നാനാ വൈരി ഭരതൻ വീര വധ്യനെനിക്കവൻ. ഇതൊന്നും ഒരു അവലംബമില്ലാണ്ട് ലക്ഷണം പറയുകയാണ്. കാരണം രാജ്യം വാഴേണ്ടവനായ ഭരതൻ വലിയൊരു സൈന്യത്തോടു കൂടി ഇങ്ങോട്ട് വരുന്നത് സ്വാഭാവികമായി തങ്ങളെ ആക്രമിക്കാനോ തങ്ങളെ സ്വൈര്യം കെടുത്താനാണ് എന്ന് ലക്ഷ്മണൻ അങ്ങ് എടുത്തിയാട്ടം കൊണ്ട് വിചാരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ വിചാരിക്കാറുണ്ട്. കാരണം രാജ്യം ലഭിച്ചിട്ട് എത്ര കാലമായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ശരിക്കും താമസിക്കേണ്ടവനായ ഭരതൻ ഈ കാട്ടിലേക്ക് എന്തിനു വരണം? രാജ്യഭോഗങ്ങളിൽ ഇരിക്കാനുള്ള ആസ്വദിച്ചിരിക്കാനുള്ള അധികാരം ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിചാരിക്കുന്നത്. അവിടെ പറഞ്ഞു, നമുക്ക് കരുതിയിരിക്കാം, ശത്രുഭാവത്തിലാണ് വരുന്നതെങ്കിൽ അവർ നേരിട്ടുണ്ട്, എനിക്ക് ഭരതനെ അങ്ങേ ദ്രോഹിക്കുന്നവനായ ഭരതനെ വധിക്കാൻ പോലും മടിയില്ല എന്നൊക്കെയാണ് ക്രുദ്ധനായിട്ട് പറയുന്നത്. അവിടെ പറഞ്ഞില്ല, യഥാർത്ഥത്തിൽ അങ്ങക്ക് ശാശ്വതൻ രാജ്യം ആർമൂലം കിട്ടിയിൽ അങ്ങക്ക് രാഘവ. ആര് കാരണമായിട്ടാണോ അങ്ങക്ക് രാജ്യം കിട്ടാതെ പോയത്, ഭരതൻ കാരണമാണ് പറയുകയാണ്. ആ ഭരതനാണ് ഇതാ ഇങ്ങോട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഇവൻ നമ്മളെ ദ്രോഹിക്കാനാണ് വരുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ വധ്യനാണ്, വധിക്കപ്പെടേണ്ടവനാണ്. കാൺമീല ഞാൻ ഭരതനെ കൊൽവതിൽ തിന്മ രാഘവ എന്ന് പറഞ്ഞു. സഹോദരനാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൊല്ലാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭരതനെ കൊല്ലുന്നതിൽ പോലും ഞാൻ ദോഷമൊന്നും കാണുന്നില്ല എന്നാണ്. കാരണം ദ്രോഹിക്കുന്നവനെ ആതതായിയായവനെ എപ്പോഴും കൊല്ലാമെന്നാണല്ലോ. ആതതായി എന്ന് പറഞ്ഞാൽ ആയുധം എടുത്തിട്ട് ശത്രുഭാഗത്ത് വരുന്ന ആളാണ്. ആളെ കൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല. മുന്നം ദ്രോഹിച്ചവർഗത്തെ കൊന്നാലില്ല ഒരധർമ്മവും മുൻദ്രോഹി ധർമ്മം കൈവിട്ടോൻ ഭരതൻ രഘുനന്ദന. കൃഷ്ണനോട് പറയുകയാണ്, ഇയാൾ പണ്ടേ നമുക്ക് ദ്രോഹിയാണ്, അങ്ങനെ ഒരാളെ കൊല്ലുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ്. ഇത്രയധികം ക്ഷോഭം യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ ഉണ്ടാകുന്നത് അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല, മറിച്ച് ജ്യേഷ്ഠനോടുള്ള അത്യധികമായിരിക്കുന്ന ആദരവും സ്നേഹവും കൊണ്ടാണ്. തനിക്ക് പ്രാണപ്രിയനായിരിക്കുന്ന രാമനെ ദ്രോഹിക്കാനാണ് വരുന്നതെന്ന് കണ്ടിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് ലക്ഷ്മണൻ ഈ ക്രോധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ പിടിവിട്ട പോലെയാണ് ആ ക്രോധം. അദ്ദേഹം ഈ സൈന്യസമേതനായി വരുന്നയാളെ
കണ്ട ഉടനെ തന്നെ തീരുമാനിച്ചു ഇയാൾ ഞങ്ങൾക്കെതിരായി വരികയാണെന്ന് വിചാരിച്ചു. ആലോചന ഇല്ലാണ്ട് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഇവനെ കൊന്നതിൽ പിന്നെ ഭവാൻ വാഴുക ഊഴിയൊക്കെയും ഇന്ന് ദുഃഖാർത്ഥനായി കാണും പോരിൽ ഞാൻ കൊന്നേ. അങ്ങനെ പറയാണ്. ആ കൈകേയുള്ള ദേഷ്യം കൊണ്ട് പറയാണ്, ഇന്നിപ്പോൾ ഞാൻ ഇവനെ കൊല്ലുന്നുണ്ട്. ആരെ? ഈ ഭരതനെ. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പുത്രനെ കൊന്നായി അറിഞ്ഞിട്ട് ആ കൈകേയി ദുഃഖിക്കട്ടെന്ന്. ഗജഭഗ്ന ദ്രുമത്തപ്പോലൂഴി കാമിച്ച കൈകേയി. ഭൂമി കിട്ടണമെന്ന് വിചാരിച്ച്, രാജ്യം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഈ കള്ളത്തിലൊക്കെ ചെയ്ത ആ കൈകേയി കാണട്ടെ എന്നാണ്. ഞാൻ കൊന്ന പുത്രൻ എന്നാൽ വധിക്കപ്പെട്ടത് ആ കൈകേയി അറിയട്ടെ. എനിക്കിതിൽ യാതൊരു മടിയില്ല എന്നാണ്. മഹാഭാവത്തിൽ നിന്നു മുക്തയാകട്ടെ മേദിനി. ഇന്നീ യന്ത്രിതമാം ക്രോധം ധിക്കാരവിവാനല വിടുവൻ ശത്രുസൈന്യത്തിൽ. യഥാർത്ഥത്തിൽ ഞാനും ചെയ്യുന്നുണ്ട്, എൻ്റെ ശത്രുക്കളോട് ഈ ക്രോധമൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം അങ്ങേക്ക് അവകാശപ്പെട്ട രാജ്യം ആ കൈകേയി മകന് വേണ്ടി പിടിച്ചെടുത്തുവല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാമനാപ്പാട് ദുഃഖിച്ചു. രാമനങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരാളല്ല. ലക്ഷ്മണനോട് പറയാണ്, ലക്ഷ്മണൻ നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ക്രോധിക്കുന്നത്? ഭരതൻ തന്നെയാണ് വരുന്നതെന്ന് വെച്ചാൽ തന്നെ ആളെ നമ്മൾ സ്വീകരിക്കല്ലേ വേണ്ടത്. ആൾ എന്തിനാണ് വരുന്നത് നമുക്കറിയില്ല. ഇനി ഭരതൻ തന്നെയാണോ വരുന്നത്? അയോധ്യയിൽ നിന്നുള്ള സൈന്യങ്ങളെ കണ്ടാൽ ചിലപ്പോൾ അച്ഛൻ മരിച്ച വിവരം ശ്രീരാമൻ അറിയില്ലല്ലോ. അവൾ പറയാം, ചിലപ്പോൾ അച്ഛൻ തന്നെ പാവം നമ്മൾ കാട്ടിൽ താമസിക്കുന്നതിൽ ദുഃഖിച്ചിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വരികയായിരിക്കാം. നീ എന്തിനാണ് ഭരതനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ആ രാമൻ പറഞ്ഞത്. ആ വാക്ക് നമുക്ക് കേൾക്കാം. കാര്യമെന്തെങ്കിവില്ലാലും വാളാൽ പരിചയാലുമേ വില്ലാളി ധീമാൻ ഭരതൻ സ്വയം വന്നണയും വിധവും. ആ ഭരതൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സഹോദരനായ ഭരതൻ വരുമ്പോൾ നമ്മൾ എന്തിനു വില്ലെടുക്കണം? എന്തിനു വാളെടുക്കണം? നീ എന്തിനാണ് ഇത്രയധികം ക്ഷോഭിക്കുന്നത്? ബന്ധുക്കളോ സ്നേഹിതരോ നശിച്ചിട്ടുള്ള വാന്ധനം സ്വീകരിക്കുകയില്ല ഞാൻ മഞ്ഞപ്പം പോലെ ലക്ഷ്മണ. എന്നിട്ട് പറയുകയും ചെയ്തു, ഇനി ഭരതനെ കൊന്നിട്ട് എനിക്ക് രാജ്യം വാങ്ങിത്തന്നേളെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ ലക്ഷ്മണ, നിനക്ക് തെറ്റിപ്പോയി. ഞാൻ ബന്ധുക്കളെയോ സ്നേഹിതന്മാരെയോ കൊന്നിട്ടോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ സ്വർഗം പോലും ആഗ്രഹിക്കുന്നവനല്ല. രാമൻ്റെ ഒരു ധർമ്മനിശ്ചയമാണ് അവിടെ. മഞ്ഞപ്പം പോലെ ലക്ഷ്മണ എന്നാണ്. മഞ്ഞച്ചാൽ വിഷം നിർത്തും. വിഷം കലർന്ന ഭക്ഷണം പോലെ ഞാൻ ബന്ധുക്കളെ ദ്രോഹിച്ചിട്ടോ അവർക്ക് ക്ലേശം ഉണ്ടാക്കിയിട്ടോ ഒരു സമ്പത്തോ ഭൗതികമായ സുഖം ആഗ്രഹിക്കുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെ ക്ഷോഭിക്കുന്നത്? എന്തിനാണ് ഭരതൻ വരുന്നത് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് അയാൾ അടുത്ത് വരട്ടെ എന്നാണ്. ഇനി നിനക്ക് ഈ ഭൂമിയിൽ താല്പര്യമുണ്ടെങ്കിൽ, രാജ്യ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ആ ഭരതനോട് വന്നു കഴിഞ്ഞാൽ രാജ്യം ലക്ഷ്മണന് കൊടുക്കുമെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞാൽ ആ ഭരതൻ ചെയ്യാതിരിക്കില്ല എന്നൊക്കെയാണ്. ഭരതനും ശത്രുഘ്നനും ഭരതനും നീയും കൂടാതെ മാനത സുഖമേതാൻ എനിക്കേൽപ്പിൽ അത് നീരാവും അഗ്നിയിൽ. എനിക്ക് നിങ്ങൾക്കോ എൻ്റെ സഹോദരന്മാരായ നിനക്കോ ശത്രുഘ്നനോ ഭരതനോ ഇല്ലാത്ത സുഖം എനിക്ക് വേണമെന്നില്ല എന്നാണ്. എന്ന് മാത്രമല്ല, നീ ഇപ്പോൾ ഈ സൈന്യങ്ങളെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഇത്രയധികം ക്ഷോഭിക്കുന്നതിനാണ്. ആ ഭരതൻ്റെ ഇന്നോളം ചരിത്രം നോക്കിയാൽ നമ്മൾ അയോധ്യയിലിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് അപ്രിയമായിട്ട് ഈ ഭരതനൊന്നും ചെയ്തിട്ടില്ല. ആൾ ഭ്രാതവത്സലനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറയാണ്, കില്ലിൽ അയോധ്യയിൽ ചെന്ന ഭരതൻ ഭ്രാതൃവത്സലൻ പ്രാണനേക്കാൾ എനിക്കിഷ്ടൻ കുലധർമ്മത്തെ ഓർപ്പവൻ. രാമലക്ഷ്മണന്മാരൊക്കെ വനവാസത്തിന് വേണ്ടി വരുന്ന സമയത്ത് ഭരതൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അയാൾ കൈകേയത്തിലായിരുന്നു. അപ്പോൾ അയോധ്യയിൽ എത്തിപ്പെട്ടപ്പോഴാണ് ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് ദുഃഖിച്ചിട്ട് നമ്മളെ കാണാൻ വരികയായിരിക്കും ആ ഭരതൻ. എന്തിനാണ് അയാളെ പ്രത്യേകിച്ച് ആസ്പദമൊന്നുമില്ലാതെ തെറ്റിദ്ധരിക്കുന്നത്? ഇത് വളരെ വലിയൊരു പാഠമാണ്. നമ്മൾക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരാളെ പറ്റി വേണ്ടത്ര കൃത്യമായ വിവരങ്ങളില്ലാതെ തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണേൻ്റെ പേരിൽ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആളെ വധിക്കാൻ തക്കോളം ക്രോധിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ലക്ഷ്മണൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അസമീക്ഷ്യകാരിത്വമെന്ന് നേരത്തെ പറഞ്ഞത്. എടുത്തിയാണ് വേണ്ടത്ര ആലോചന ഇല്ലാതെ കാര്യങ്ങൾ ഒരാൾ അടുത്തേക്ക് വരികയാണ്. ആൾ വന്നു കഴിഞ്ഞാൽ ആളുടെ വാക്കും പ്രവൃത്തിയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടേ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷേ ലക്ഷ്മണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിനക്ക് രാജ്യത്തിൽ മോഹമുണ്ടെങ്കിൽ ലക്ഷ്മണ ഞാൻ ഭരതനോട് പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട്. നാടിവന്നേകു എന്നൊന്നു ഞാൻ ലക്ഷ്മണ കഥിക്കുകയിൽ, ഈ നാട് ലക്ഷ്മണനെ കൊടുത്തേക്കുമെന്ന് ഞാൻ പറയേണ്ട താമസമേ ഉള്ളൂ. ഭരതൻ തരാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആവാമെന്നേ പറഞ്ഞിടൂ ഭരതൻ പരമാർത്ഥമായി. പരമാർത്ഥത്തിൽ തന്നെ ആ ഭരതൻ
രാജ്യം തരാതിരിക്കില്ല. എനിക്ക് ആ സഹോദരനെ പറ്റി നല്ല വിശ്വാസമുണ്ട്. അതെനിക്ക് നീ എന്തിനാണ് ഇങ്ങനെ ശോഭിക്കുന്നത്? അപ്പോൾ താൻ ഏതൊരു നിലപാട് സ്വീകരിച്ചുവോ അതിൻ്റെ നേരെ വിപരീതമായിട്ട് ഭരതനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ രാമൻ പറയുകയും താൻ രാജ്യം വേണമെങ്കിൽ ഭരതനെ സോമനസാല കൊടുത്തേക്കാതെ വരെ പറയുകയും ചെയ്തപ്പോൾ ലക്ഷ്മണൻ ആ പാട് ലജ്ജിച്ചു. ലക്ഷ്മണൻ യഥാർത്ഥത്തിൽ ഒരു മുൻകരുതലായിട്ടും ഒരു താക്കീതൊക്കെ ആയിട്ടാണല്ലോ ഇതുവരെ പറഞ്ഞത്. രാമൻ എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു, അതിൽ നിന്ന് താൻ രാമനെ രക്ഷിക്കുന്നുണ്ട് എന്ന മട്ടിലാണ് ഈ ലക്ഷ്മണൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. തൻ്റെ ജ്യേഷ്ഠനാകട്ടെ അതിനെ മുഴുവൻ നിസ്സാരീകരിക്കുകയും ഇനിയിപ്പോൾ ഭരതന് രാജ്യം വേണ്ട ഒരാൾ ലക്ഷ്മണൻ തന്നെ കൊടുത്തേക്കാം, എനിക്ക് ഈ രാജ്യത്ത് താല്പര്യമില്ല, ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടോ അധാർമികമായിട്ടോ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ലക്ഷ്മണൻ ആ പാട് ലജ്ജിച്ചു. അത് ഈ പറഞ്ഞ വാക്കുകളെ കുറിച്ചിട്ട് ആകെ വിഷമിച്ചു. കവി പറയാണ്, ലക്ഷ്മണൻ ലജ്ജയാതങ്കൽ തന്നെ ഉൾപ്പൊക്ക പോലെയായി. തന്നിൽ തന്നെ ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ആ പാടെ ലജ്ജ കൊണ്ട് ചൂളിപ്പോയി എന്നർത്ഥം. തൻ്റെ ശരീരത്തിൽ തന്നെ ഒതുങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ വീണ്ടും ആ ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു, നമ്മളെ കാണുവാൻ വന്നതാവാം ഇങ്ങീ മഹാഭുജൻ, അല്ലെങ്കിൽ കാട്ടിലെപ്പാർപ്പൂ പുരിയിലേക്ക് ഞാൻ കൊണ്ടുപോയെന്നു സൗഖ്യ യോഗ്യരെന്നോർത്തു നമ്മളെ. അഥവാ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ്. ചിലപ്പോൾ കാട്ടിൽ വന്നിട്ട് നമ്മൾ ഈ കാട്ടിൽ ജീവിക്കുന്ന വലിയ കഷ്ടമാണ്, അതുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ കാട്ടിൽ കഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളെ അയോധ്യാപുരിയിലേക്ക് ആനയിക്കാനാവാം ഭരതൻ വന്നത്. വളരെയധികം സൗമ്യനായി ശാന്തനായി ഭ്രാതൃസ്നേഹത്തോടു കൂടിയാണ് രാമൻ പറഞ്ഞ വാക്കുകളൊക്കെ. അതുകൊണ്ട് നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, ചിലപ്പോൾ അച്ഛൻ തന്നെ ആയിരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. ഇതാപര്യമയ്യോടും നടപ്പൂ പടമുന്നിലായി ധീമാൻ അച്ഛൻ്റെയാ ശത്രുഞ്ജയ വൃദ്ധമതങ്കജം. ആന മതിച്ചാനർത്ഥം. ശത്രുഞ്ജയൻ എന്നായിരുന്നു ശരഥൻ്റെ ആനയുടെ പേര്. ആ ആനയെ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ രാമനും കണ്ടു തുടങ്ങി ആ സൈന്യം വരുന്നതിന്. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ തന്നെ ആയിരിക്കാം. വളരെ ദൂരെ നിന്ന് ആളുണ്ടോയെന്ന് മനസ്സിലാവില്ലല്ലോ. അച്ഛൻ്റെ ആന ആയാലും മുമ്പിലുണ്ട്. ചിലപ്പോൾ അച്ഛൻ തന്നെ പശ്ചാത്തപിച്ചിട്ട് രാജ്യം തിരിച്ചു തരാൻ വരികയായിരിക്കാം എന്നൊക്കെ വളരെ ശാന്തനായി ഭ്രാതാവിനോടുള്ള സ്നേഹം മുഴുവൻ പ്രദർശിപ്പിക്കാനൊക്കെ ഉള്ള പറഞ്ഞപ്പോൾ ആ ലക്ഷ്മണൻ ആ പാടെ വിഷമിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത്, ഈ ഭരതാദികൾ എന്ത് ചെയ്തു എന്നാണ്. അവർ ഏറെക്കുറെ രാമൻ്റെ ആശ്രമമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, പുകഴാണെന്ന് കണ്ടു. അവരന്വേഷിച്ച് അവിടെ വന്നു. എന്നിട്ട് ആ ജ്യേഷ്ഠൻ്റെ താമസ സ്ഥലമാണെന്ന് ഏകദേശം മനസ്സിലാക്കി. കുറേ ലക്ഷണങ്ങളെ കൊണ്ടാണ് മരവുരി തൂക്കിയിട്ടിട്ടുണ്ട്. മരവുരിയൊക്കെ മരത്തിൻ്റെ മേലെ കൊമ്പിൻ്റെ മേലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ മനുഷ്യവാസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ ആ ഭരതൻ അന്വേഷിച്ച് വലിയ സൈന്യത്തെ മുഴുവൻ ദൂരെ നിർത്തി. എല്ലാവരും വന്നിട്ട് അവിടെ അപകടമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തെത്തിയപ്പോൾ ചിത്രകൂടാദ്രിയിലൊരു പൂത്ത സകലമണഞ്ഞവൻ രാമാശ്രമത്തിലെ തീയൻ ധൂമം കണ്ടാൻ സമുന്നതം. വലിയൊരു പനവൃക്ഷത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ രാമൻ ലക്ഷ്മണൻ താമസിക്കുന്ന ആ പർണകുടീരത്തിൽ നിന്ന് പുക പൊങ്ങുന്നതായിട്ട് കണ്ടു. അവിടെ ആളുണ്ടാവുമെന്ന് ഉറപ്പിച്ചിട്ട് അവിടത്തേക്ക് വരികയാണ് അവർ. അച്ചിത്രകൂടാദ്രിയിൽ ആര്യചേർന്ന രാമാശ്രമം കണ്ട് അതിവെമ്പലോടെ മഹാസേൻ സേനയെ നിർത്തി വീണ്ടും നടന്നുകൊണ്ടാൻ ഗുഹനോടുകൂടി. അപ്പോൾ വീണ്ടും സേനയെ നിർത്തിയതിനാൽ കുറച്ചു നേരം ആ സൈന്യങ്ങളോടുകൂടി തന്നെയാണ് വന്നത്. വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ്റെ ആശ്രമം ആണെന്ന് ഉറപ്പിക്കുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്ത ശേഷം ബാക്കിയൊക്കെ ചെയ്യാമെന്നുള്ള നിലയ്ക്ക് അടുത്ത് ചെല്ലുകയാണ്. 99-ാമത്തെ സർഗത്തിലാണ് യഥാർത്ഥത്തിൽ ഭരതനും ശ്രീരാമൻ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അവനെ അവിടത്തേക്ക് വന്നപ്പോൾ കണ്ടാൻ സാനുജനൻ്റെ അവൻ ആശ്രമം ചെന്ന് പോകുവാൻ മരങ്ങളിൽ ചീര കുശകൃതം ഛിന്നമതാതിളം ഈ മരത്തൂലുകൾ തൂക്കിയിട്ട് കണ്ടു. നടന്നുകൊണ്ടേ ഭരതൻ ദിതിശാലി മഹാഭുജൻ ഹർഷിച്ചു ശത്രുഘ്നോടും ചൊന്നാനാ മന്ത്രിമാരോടും. ആൾപ്പാർപ്പുള്ള സ്ഥലമാണെന്നും അവിടെ ജ്യേഷ്ഠൻ ഉണ്ടാവുന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ശത്രുഘ്നോട് കൂടി വേഗം നടന്നു വരികയാണ്. ശത്രുഘ്നോട് പറഞ്ഞു, നേരത്തെ നമുക്ക് ഭരദ്വാജ മഹർഷി വഴി നിർദ്ദേശിച്ചല്ലോ, ആ വഴി തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മന്ദാകിനി നദി ഇതിന് തൊട്ടടുത്തായിരിക്കണം, ഇതിനടുത്ത് തന്നെയായിരിക്കണം മന്ദാകിനി. ഏതായാലും നമ്മൾ ജ്യേഷ്ഠനടുത്ത് എത്താറായി എന്ന് വിചാരിച്ചു. അവരിപ്പോഴും ശ്രീരാമനെ കണ്ടു കഴിഞ്ഞിട്ടില്ല. ആശ്രമത്തിലെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് പറയുകയാണ്. അങ്ങനെ വന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എത്തുകയും ചെയ്തു. എന്ത് കണ്ടു, അവരുടെ താമസ സ്ഥലമൊക്കെ കണ്ടപ്പോൾ തന്നെ ഭരതൻ വളരെ വികാരപരവശനായി. കാരണം രാജകൊട്ടാരത്തിൽ സമസ്ത സുഖങ്ങളോടും കൂടിയ താമസിച്ചിരുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ് ഈ കാട്ടുപ്രദേശത്ത് പ്രാകൃതനെ പോലെ കഴിയുന്നതെന്ന് വിചാരിച്ചിട്ട് പറയാണ്, ആർ ചൂടിപ്പോന്നുവോ നാനാവീത്ത കുസുമങ്ങളെ ആ രാമനി ചിടക്കെട്ടു ചുവന്നിടുന്നത് എങ്ങനെ. ധാരാളം അലങ്കാരങ്ങളോടുകൂടി പൂവെല്ലാം ചൂടിയിരിക്കുന്ന കൊട്ടാരത്തിലിരുന്ന ആ രാമൻ ഇപ്പോൾ ഇതാ മരത്തോലുടുത്തിട്ടും ഒക്കെ കഴിയേണ്ടി വരികയാണല്ലോ എന്നുള്ള ഖേദം. എപ്പോഴും ഖേദത്തിന് ഹേതു താരതമ്യം കൂടിയാണല്ലോ. കൊട്ടാരത്തിൽ വളരെ സുഖമായി സേവകന്മാരാൽ ലാളിക്കപ്പെട്ടും പരിചരിക്കപ്പെട്ടിരുന്ന ഒരാളാണ് രാജകുമാരനായിരിക്കുമ്പോൾ. അങ്ങനത്തെ ഒരാളാണല്ലോ ഈ കാട്ടിലിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരു സങ്കടം കൊണ്ട് ആ ഭരതൻ സഹിച്ചില്ല. ഞാൻ മൂലമല്ലോ മാലയവം ആണ്ടൂരാമൻ സുഖോജിതൻ, ഇതിനൊക്കെ കാരണം ഞാനാണ്. യഥാർത്ഥത്തിൽ ഭരതൻ നേരിട്ട് കാരണക്കാരനല്ലെങ്കിലും ഭരതന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയാണല്ലോ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത്. അത് വിചാരിക്കും അദ്ദേഹത്തിന് സങ്കടം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, രാമൻ്റെ കാൽക്കലെത്താതെ കരഞ്ഞും കൊണ്ട് വീണു. കുറച്ച് ദൂരെ നിന്ന് രാമനെ കണ്ടു. വളരെ വേഗത്തിൽ ആ രാമപാതകളിൽ നമസ്കരിക്കാനായിട്ട് ഓടി. ഈ വിലാപേന ഭരതൻ മുഖാദ്യന്തർത്തു ദീനനായി രാമൻ്റെ കാൽക്കലെത്താതെ കരഞ്ഞും കൊണ്ട് വീണുപോയി. വളരെ അടുത്തെത്തിയാലല്ലേ കാലൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ആ പാടെ വികാരവിവശനായി കരഞ്ഞ് വഴിക്ക് വീണു എന്നാണ്. ജ്യേഷ്ഠൻ്റെ തൊട്ടടുത്തെത്തിയില്ല, ആ പാടെ സങ്കടപ്പെട്ടു. ദുഃഖത്താൽ ഭരതൻ രാജപുത്രൻ മഹാബലൻ ഞരങ്ങിനാൻ ഒന്ന് ആര്യ എന്ന് ഓതിയില്ല, പിന്നെ ഒന്നുമേ. ആ പാട് വികാരവിഗ്രഹം കൊണ്ട് ആര്യാച്ച ശ്രേഷ്ഠ എന്നർത്ഥം. ജ്യേഷ്ഠനെ വിളിക്കുകയാണ്, ആര്യ എന്ന് വിളിക്കുകയല്ലാതെ അവരൊന്നും പറയാൻ കഴിഞ്ഞില്ല. കണ്ണീര് ധാരധാരയായി വാർത്തു, ശരീരമൊക്കെ വിറച്ചു, അവിടെ വീണുപോയി ഞാൻ. അപ്പോഴേക്ക് ശത്രുഘ്നും കേണു കൊണ്ടു രാമവാദം വണങ്ങിനാൻ. അപ്പോൾ എന്ത് ചെയ്തു, രാമനാകട്ടെ അവിടത്തേക്ക് എത്തി. സുമന്ത്രനോടും ഗുഹനോടും എന്നിട്ടണഞ്ഞു നിന്ന നൃപപുത്ര കാറ്റിൽ നമസ്തലേ ശുക്രഗുരുക്കളോടു ദിനേശനും ചന്ദ്രനുമെന്ന പോലെ. അങ്ങനെ ആ ഭരതനും ശത്രുഘ്നും ഭഗവാനെ ശ്രീരാമചന്ദ്രനെ കണ്ടു. ഇതുപോലെ നമസ്തലേ ശുക്രഗുരുക്കളോടു, ശുക്രനെ നക്ഷത്രം ഗുരു വെച്ചാൽ ബൃഹസ്പതിയാണ്, വ്യാഴം. അതിൻ്റെ അടുത്ത് ദിനേശനും ചന്ദ്രനും എന്ന പോലെ. സൂര്യചന്ദ്രന്മാർ ശുക്രൻ്റെയും ബൃഹസ്പതിൻ്റെ അടുത്തുള്ളതുപോലെ അവർ കണ്ടു എന്നാണ്. ഇനി അവരെ 100ാമത്തെ സർഗം വളരെ കുറച്ച് ദീർഘമായ സർഗമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ രാമൻ ഭരതനെ കണ്ട ഉടനെ ഭരതനോട് തുടർച്ചയായ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ, നീ രാജ്യഭാരം വേണ്ട പോലെ നടത്തുന്നില്ല, അച്ഛന് സുഖം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും പറയാൻ ഇടകൊടുക്കാത്ത വിധമാണ് രാമൻ പറയുന്നത്. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയാൽ അതിൽ ഒരു രഹസ്യമുള്ളത്, എന്തോ അപ്രിയമായതോ അഹിതമായതോ സംഭവിച്ചിട്ടുണ്ടാവണം. അത് പറയാൻ ഇടകൊടുക്കുന്നതിന് മുമ്പേ തനിക്ക് പറയാനുള്ളതൊക്കെ രാമൻ പറഞ്ഞു തീർക്കുക ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്, സർഗമാണ്. കാരണം ഇവിടെ രാജ്യതന്ത്രത്തെക്കുറിച്ചും ഭരണാധികാരിയെ ദീക്ഷിച്ചിരിക്കേണ്ട ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ചും ഒരു ഭരണാധികാരി എപ്പോഴും ബദ്ധശ്രദ്ധനാവേണ്ട സംഗതികളെക്കുറിച്ചൊക്കെയാണ് ചോദ്യരൂപത്തിൽ രാമൻ പറയുന്നത്. അത് നീ അങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ അനുകൂലമായും പ്രതികൂലമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ. ആ ചോദ്യത്തിൽ നിന്നൊക്കെ യഥാർത്ഥ ഭരണാധികാരി എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് മനസ്സിലാവും. വളരെയധികം യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിലെ രാഷ്ട്രതന്ത്രപ്രധാനമായ ഒരു സർഗമാണ് ഈ 100ാമത്തെ സർഗം. അത് നമുക്ക് കേൾക്കാം. അത് എല്ലാ ഭാഗവും വിസ്തരിക്കേണ്ടതില്ല. അവിടെ പറയുന്നത് പ്രജാക്ഷേമം വേണ്ട പോലെ ചെയ്യണം, രാമൻ ആദരിക്കണം, നീതി വിരിക്കുന്ന രാജാവിന് ധാരാളം ബാധ്യതകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കണ്ടപാട് എന്തിന് പറഞ്ഞു വെച്ചാൽ എന്തോ ഒരു അപ്രിയം ഭരതൻ പറയാനുണ്ട്, ഇടയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് പറയാൻ ഇട കൊടുക്കാതെ പറയാൻ. സാധാരണ ഇതിൽ സാമാന്യ യുക്തി നോക്കുമ്പോൾ അപ്രസക്തമായതുപോലെ നമുക്ക് തോന്നും. കാരണം ഒരാൾ കണ്ട ഉടനെ ഈ രാജ്യകാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമോ ആരെങ്കിലും അച്ഛന് സുഖമാണോ അമ്മയ്ക്ക് സുഖമാണോ ഒക്കെ അതിനുള്ള പ്രാധാന്യം കൊടുത്ത് ചോദിക്കുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല അവിടെ ഉണ്ടായതാണ്. നമുക്ക് കേൾക്കാം. എന്താ പറയുന്നത്, ചീരാംബരൻ ജഡധാരി തൊഴുത് ഓടി വീണവൻ. ജ്യേഷ്ഠനെ തൊഴുതും കൊണ്ട് വൽക്കൽ ധരിച്ചവനായ ഭരതൻ നിരത്ത് വീണപ്പോൾ ആ രാമൻ ഭരതനെ താങ്ങി കൈകൊണ്ടു രാഘവൻ.
അല്ല കൈ കൊണ്ട് താങ്ങി എന്നിട്ട് മൂർധാവിൽ മുകർന്ന് അംഗത്തിൽ കയറ്റി വെച്ചവൻ അല്ല മടിയിലിരുത്തിന്നാണ്. ഇത് പുരാണങ്ങളിൽ പലപ്പോഴും കാണാം. യഥാർത്ഥത്തിൽ ഈ ഭരതനും ശ്രീരാമനും ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് അവരുടെ അവതാര സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയ കുട്ടിയെ പോലെയാണ് എപ്പോഴും ഭരതനെയും ശത്രുഘ്നെയൊക്കെ രാമൻ കണക്കാകും. ഉണ്ണീന്ന് വിളിക്കുന്ന കാണാം. ഈ പുരാണത്തിൽ പലപ്പോഴും കാണാം. പിന്നെ അമ്മമാരാണ് മടിയിൽ വെച്ചു, ഭരത മൂർധാവിൽ മുകർന്നു എന്നൊക്കെ യൗവനയുക്തയായ മക്കളെ പറ്റി പോലും പറയും. പിന്നെ അത് പിന്നെ അമ്മയാണെന്ന് വിചാരിക്കുമ്പോൾ കുറച്ചുകൂടി അതിൽ വൈകാരികതയുണ്ട്. ജ്യേഷ്ഠൻ അനുജനാണ്, പിന്നെ മടിയിൽ കയറ്റി വെച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ചോദിച്ചാന ഭരതനോട് ആസ്ത കൊണ്ടു കകുൽസ്ഥജൻ. കകുൽസ്ഥൻ്റെ വംശത്തിൽപ്പെട്ടതുകൊണ്ടാണ് അവരൊക്കെ കാകുൽസ്ഥൻ എന്ന് പറയുന്നത് പറയാൻ. എന്നിട്ട് ചോദിച്ചു, ആദ്യം അച്ഛനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ സർഗത്തിൽ കൂടുതൽ ചോദ്യം രാജ്യതന്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചാണെന്ന് മാത്രം. ആദ്യം ചോദിച്ചാൽ, എന്തുവാ ആനുണ്ണി, നിന്നച്ഛൻ പോന്നല്ലോ കാട്ടിലേക്കു നീ എന്താണ് രാജ്യം ഭരിക്കേണ്ടവനാ നീ, അച്ഛനെ ഇട്ടിട്ട് കാട്ടിലേക്ക് എന്താ ഉണ്ടാവില്ല പറഞ്ഞത്. ഉണ്ണി രാജാവിരിപ്പില്ലേ വന്നല്ലോ കിടന്നിൽ നീ. ആ ഒരു ആശങ്കയും ഉള്ളിനുള്ളിൽ ശ്രീരാമൻ ഉണ്ടായിരിക്കാം. അച്ഛൻ വളരെ ദീനനായിട്ട് ജീവൻ വെടിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള വിചാരം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അതുകൂടി ചോദിച്ചത്. എന്നിട്ട് ചോദിച്ചു, പോയിലല്ലീ കിടാവായ നിന്നാടനക ശാശ്വതം ഉണ്ണി ശുശ്രൂഷ ദേവിയിലെ സത്യവിക്രമൻ അച്ഛന്. രണ്ട് കാരണം കൊണ്ടാണ്. അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ആ ദീനനായിരിക്കുന്ന തൻ്റെ വിരഹം കൊണ്ട് ദുഃഖിപ്പിക്കുക അച്ഛനെ ശുശ്രൂഷിക്കാതെ എന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നത് എന്നാണ് ചോദ്യം. ചോദിച്ചു, പോയില്ലല്ലി ഈടാവായ എന്ന് പറയാണ്. ഇനി ധാരാളം ചോദിക്കുന്നത് മുഴുവൻ ഒരു രാജാവിനെ കുറിച്ച്, ധാർമ്മികനായിരിക്കുന്ന ഒരു രാജാവ് അക്കാലത്ത് ചെയ്യണം എന്തൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാൻ. രാജസൂയാശ്വമേധങ്ങൾ ചെയ്തവൻ ധർമ്മനിശ്ചയൻ. ആ രാജാവ് അച്ഛനെ കുറിച്ച് പറഞ്ഞാണ്. ഒരു അമ്മയെക്കുറിച്ച് സാമാന്യം ചോദിച്ചു. അതിനുശേഷം 13-ാം ശ്ലോകത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ രാജധർമ്മത്തെക്കുറിച്ചും പൗരന്മാരോട് രാജാവ് ദീക്ഷിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചോദിക്കുകയല്ല. ദേവമാതാ പിതൃഗുരു പിതൃസന്നിഭർ തന്നെയും വൃദ്ധ വൈദ്യദ്വിജരെയും ഉണ്ണി മാനിപ്പതില്ലയോ. അവിടെ തൊട്ടിട്ട് കുറേ ചോദ്യങ്ങളാണ്. നീ വൃദ്ധരായ അച്ഛനന്മാരെയും ഗുരുക്കന്മാരെയും വേണ്ട പോലെ വന്നിക്കുന്നില്ലേ, അത് ചെയ്യണമെന്ന് നമ്മൾ ആ ചോദ്യം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെന്തൊക്കെയാണ് ചോദിച്ചത്, വൃദ്ധ വൈദ്യ ദ്വിജരെയും, വൃദ്ധന്മാരെയും ബ്രാഹ്മണരെയും വൈദ്യന്മാരൊക്കെ വേണ്ട പോലെ പൂജിക്കുന്നില്ലേ, അവരെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ലേ. പിന്നെയോ ശാസ്ത്രജ്ഞർ ജിതേന്ദ്രിയർ കുലീനർ ഇംഗിതജ്ഞന്മാരല്ലേ നിന്നുടെ മന്ത്രിമാരൻ. ഈ ചോദ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം ഭരതൻ യഥാർത്ഥത്തിൽ കേകയത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് രാജ്യം ഏറ്റെടുത്തിട്ട് തന്നെയും കഷ്ടിച്ചൊരു മാസം ആവാറായില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ മന്ത്രിമാരൊക്കെ ഇംഗിതജ്ഞന്മാർ, രാജാവിൻ്റെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരല്ലേ, കുലീനന്മാരല്ലേ, ധർമ്മജ്ഞന്മാരല്ലേ, നീ അങ്ങനെയുള്ളവരല്ലേ മന്ത്രിയാക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ്. പിന്നെ ചോദിക്കുകയാണ്, മന്നോർക്ക് മന്ത്രധരരാം ശാസ്ത്രകോപിതർ മന്ത്രിമാർ. രാജാവിനെ ഉപദേശിക്കേണ്ടവരായ മന്ത്രിമാർ ശാസ്ത്രമൊക്കെ അറിയുന്നവരായിരിക്കണം. വെറുതെ അറിയല്ല, അതിൽ സമർത്ഥന്മാർ തന്നെ ആയിരിക്കണം എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ മന്ത്രാലോചന. അത് മാത്രമേ വിജയിക്കൂ. താനേ നടത്താറില്ലല്ലേ ഈ മന്ത്രത്തെ പറകൂടിയും. പിന്നെ ചില രാജ്യകാരികൾ പറയാണ്, നീ സ്വന്തം തീരുമാനം മാത്രം അവലംബിച്ചിട്ടൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ ചെയ്യരുത് നല്ല രാജാക്കന്മാർ. അടുത്ത ധാർമ്മികരായ ആളുകളോട് ആലോചിച്ചിട്ട് വേണം ചെയ്യാനർത്ഥം. അത് വെച്ചാൽ പലരോടും ആലോചിക്കാൻ പുറപ്പെട്ട് അതും ബുദ്ധിമുട്ടാണ്. അതും ഞാൻ പറയുന്നില്ല, പലർകൂടിയും നാട്ടിൽ അത് ഒന്നുകിൽ തനിച്ച് ഇഷ്ടംപോലെ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ അനവധി ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുക. രണ്ടും അപകടത്തിലായി ചെന്ന് കലാശിക്കുക. അപ്പോൾ വേണ്ടവരായ ധർമ്മജ്ഞന്മാരായ നീതികുശലന്മാരായ ആളിനോട് മാത്രമേ രാജാവ് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. നാട്ടിൽ പരക്കുന്നില്ലല്ലോ ഭഗവാൻ തൻ മന്ത്രമൊന്നുമേ. പിന്നെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ആധികാരികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ആ വിവരങ്ങൾ പരക്കുക. അത് ഏത് കാലത്തെ സർക്കാരായാലും മോശമാണ്. ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കേണ്ട സമയത്ത് ജനങ്ങൾ അറിയിക്കണം, അറിയിക്കേണ്ട സമയത്തെ ജനങ്ങൾ അറിയേണ്ടതുള്ളൂ. അല്ലാത്തതൊക്കെ മോശമായിട്ട് അത് ഇക്കാലത്തും അങ്ങനെയാണ് കരുതുക. മന്ത്രിസഭാ രഹസ്യങ്ങളൊക്കെ പുറത്താവുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനത് പോരായ്മയാണ്. ക്യാബിനറ്റ് രഹസ്യം എന്നൊക്കെ ഇക്കാലത്ത് പറയല്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രഖ്യാപനമായിട്ടും അറിയിപ്പുകളായിട്ടൊക്കെ പുറത്തു വരും. പക്ഷെ അതിനു മുമ്പ് തന്നെ ജനങ്ങളൊക്കെ അതിനെപ്പറ്റി അറിഞ്ഞാൽ
ഈ ഏതൊരു തീരുമാനം എടുത്തോ ആ തീരുമാനങ്ങൾ വൃഥാവിലാവും. നാളെ നികുതി ഒത്താൻ പോകുന്നില്ല, ഇന്നിന്ന് ജനവിഭാഗങ്ങളിലൂടെ ഇന്ന് നടപടി എടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ നടപടിക്ക് വിധേയരാവേണ്ടവർ അതിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് വരാം. അതുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് ചോദിക്കാൻ. അറിയപ്പെടുവില്ലല്ലേ തർക്കത്താ യുക്തിയാലയോ, നീയോ സജീവനോ ചെയ്ത ആ മന്ത്രം മറ്റൊന്നിനാലയോ. ആൾക്കാർ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആലോചനകൾ പുറത്താ അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആയിരം മൂർഖരെ തള്ളി കൊൾവിയിലെ പ്രാജ്ഞനേകനെ. പിന്നെ ജനകീയ അഭിപ്രായമൊക്കെ അറിയുന്നത് നല്ലതാണ്, പക്ഷെ അതൊക്കെ ആരാണ്? പ്രാജ്ഞനായിരിക്കുന്ന അറിവുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. 1000 മൂർഖന്മാർ, മൂർഖത്തെ വിഡ്ഢിയിലൂടെയാണ്. വിഡ്ഢികളെ തള്ളിയിട്ട് വിവേകമില്ലാത്ത 10,000 ആളെ തള്ളിയിട്ട് വിവേകിയായ ഒരാളുടെ അഭിപ്രായത്തെയാണ് മാനിക്കേണ്ടത്. ചോദിക്കാൻ മൂർഖന്മാർ 1000 പേരെ പോലും ഭൂപനെടുക്കുകയിൽ 1000 പേരെയായാലും അവരാൾ തുണ കൈവരാ. ആള് കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിവില്ലാത്തവരും സംസ്കാരമില്ലാത്തവരും അഭിജ്ഞന്മാരും അല്ലാത്ത 1000-നോ 10,000-നോ ആളുണ്ടായാലും വിഷമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ അതൊക്കെ ചെയ്യുന്നില്ലേ? മികച്ചതിന് മുഖ്യന്മാർ, മധ്യത്തിന് മധ്യമൻ, അതൊക്കെ രാജ്യാന്തര വേറെ കാര്യമാണ്. അതായത് ഓരോന്നിനും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യന്മാരെ ഏൽപ്പിക്കണം, ഇടത്തരം കാര്യങ്ങളിൽ ഇടത്തരം ആൾക്കാരെ ഉപയോഗിക്കാം. അതേസമയം ഓരോന്നിനും പറ്റാവുന്നവരെ വെക്കണം എന്നാണ്. താന്ന വേലയ്ക്ക് താനൂരുമായല്ലേ വെച്ച് ഭൃത്യരേ. എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതൊക്കെ അബദ്ധമായ ചില ആശയങ്ങളാണ്. അത് ഓരോ ആളുടെ ബുദ്ധിബലത്തിനും സാമർഥ്യത്തിനനുസരിച്ച് പ്രധാന കാര്യങ്ങൾക്ക് പ്രധാന ആളുകളെ നിയോഗിക്കണം, മധ്യമന്മാരെ ഒരുതരം കാര്യങ്ങൾ ഉപയോഗിക്കണം, കുറച്ചുകൂടി താഴ്ന്ന ആൾക്കാരെ താഴ്ന്ന പ്രവർത്തികൾക്ക് ആലോചിക്കണം. അതൊക്കെ വേണ്ട പോലെ ചെയ്യുന്നില്ലേന്നാണ്. ഇങ്ങനെ ഈ 13-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ 75-ാം ശ്ലോകം വരെ ഇങ്ങനെ രാജാവ് അവശ്യം ദീക്ഷിച്ചിരിക്കേണ്ട ചില ധാർമ്മിക മര്യാദകളെക്കുറിച്ചും കരുതലുകളെക്കുറിച്ചൊക്കെ പറയുകയാണ്. പിന്നെ ചോദിക്കുകയാണ്, നിന്നാട്ടിൽ ഉഗ്രദണ്ഡത്താൽ നാട്ടാർ കടൽ വളർക്കുവാൻ സമ്മതിക്കുന്നതില്ലല്ലീ മന്ത്രിമാർ കൈ സദാ. അതായത് ആൾക്ക് അക്രമങ്ങൾ പെരുക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, എന്തക്രമം ചെയ്യാമെന്ന് വരുത്തുന്നില്ലല്ലോ ചോദിക്കാൻ. പിന്നെ ചോദിക്കുകയാണ്, ഉപായപ്പെടുവാൻ വൈദ്യൻ ദൂഷണം ചെയ്ത സേവകൻ രാജ്യച്ച് ശൂരൻ ഇവനെ കൊന്നിടാത്തോൻ കൊലപ്പെടും. രാജാക്കന്മാർ എപ്പോഴും പ്രജകളുടെ സന്തുഷ്ടിയും സമാധാനവും സുഖവും മാത്രമല്ല ചെയ്യേണ്ടത്, ദ്രോഹികളായ ആളുകളെ നിർദ്ദയമായിട്ട് വധിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പറയാണ്, ഉപായം തേടുന്ന വൈദ്യന്മാരും രാജ്യദ്രോഹം ചെയ്യുന്ന ആളുകളൊക്കെ വേണ്ടതുപോലെ കരുതിയിട്ട് അവരെ വധിക്കുന്നില്ലേ? അങ്ങനെ വധിക്കുന്നില്ലെങ്കിൽ രാജാവിൻ്റെ കാര്യം അബദ്ധവുമെന്നാണ്. ഇത് ചോദിക്കുകയാണ്, വിക്രമം കാട്ടിയോർ ശൂരർ മുഖ്യന്മാർ പടയാളികൾ കരുത്ത നിന്നാൽ സർക്കാരപൂർവം ശ്ലാഘിതരല്ലയോ. അതുപോലെ കൊട്ടാരത്തിനും രാജാവിന് ശുഭം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ വേണ്ടതുപോലെ പാലിക്കുന്നില്ലേ? ശമ്പളമൊക്കെ വേണ്ട പോലെ കൊടുക്കുന്നില്ലേ? വ്യക്തമായി ചോദിക്കുന്നില്ല. കൊറ്റിനും ശമ്പളത്തിനും വൈകിയാൽ സ്വാമിയാൽ ഭടർ ചൊടിക്കും, ചണ്ട കൂടിയിടും, അത് വല്ലാത്ത അനർത്ഥമാം. ഇതൊക്കെ ഏത് കാലത്തേക്കും പ്രസക്തമായ കാര്യമാണ്. ഇന്നും അങ്ങനെയാണ്. ഏത് സർക്കാരായാലും ശമ്പള സമയത്ത് കൊടുക്കാതിരിക്കുക, വേണ്ടത്ര കൊടുക്കാതിരിക്കുക, ജീവനക്കാർക്ക് അതൃപ്തി ഉണ്ടാവുക, അതൊക്കെ ചെയ്താൽ ഭരണകൂടം വിഷമിക്കും ഒക്കെ പറയുകയാണ്. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നാണ്. നിന്നിൽ കൂറുടയോരല്ലീ ഞാതി പ്രവരരേ വരും. ബന്ധുക്കളാന്ന് വിചാരിച്ച് അടുത്ത് കൂടിയുള്ളവരൊക്കെ എന്നോട് സ്നേഹമുള്ളവർ തന്നെയല്ലേ? ഇങ്ങനെ ചോദിക്കാൻ, മാനിച്ചു പോരുന്നില്ലേ ഈ ചാർവാകേ, നീ മാനിച്ചു പോരുന്നില്ലല്ലീന്നാണ്. അത് ഈ യുക്തിവാദികളും ഉറക്കമെടുക്കലുമായ ആൾക്കാരൊന്നും നീ മാനിക്കുന്നില്ലല്ലോ. അവരെ മാനിച്ചുകൂടാന്നർത്ഥം. അവർ ദുരുപദേശം കൊണ്ട് വിഷമമുണ്ടാകും, രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെയൊന്നും നീ ഉറപ്പിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ചോദിച്ചിട്ട് പറയാണ്, പഴയ ആളിലൊക്കെ നമുക്ക് എങ്ങനെയായിരുന്നു? സത്യാഖ്യയായി ദൃഢദ്വാരയായി. പഴയ ആൾക്കാരൊക്കെ സത്യവന്തന്മാരും ദൃഢവ്രതന്മാരുമായിരുന്നു. അവരെയല്ലേ നീ അനുകരിക്കുന്നത്? ഹൃഷ്ടസ്ത്രീ പുംസയുധമായി. പിന്നെ രാജ്യത്ത് എന്ത് ചെയ്യണം? വേണ്ടത്ര ഐശ്വര്യം ഉണ്ടാവണം, സ്ത്രീ പുരുഷന്മാർ സ്വതന്ത്രമായി നടക്കണം. അന്ന് വിഷമം ഉണ്ടാവുന്നില്ലല്ലോ. പശുക്കളത്തോഴിയതു ഉപദ്രവവിഹീനമായി ഒക്കെ വേണ്ട പോലെ നടത്തുന്നില്ലേ? നിനക്ക് കൃഷിയും ഗോരക്ഷയും വാണിജ്യമൊക്കെ വേണ്ട പോലെ സാധിക്കുന്നില്ലേ? അതേപോലെ ഈ കൃഷിക്കും വാണിജ്യവും സഹായിക്കുന്നവരെ വേണ്ട പോലെ രക്ഷിക്കുന്നില്ലേ? കൊൽവിയിലെ സ്ത്രീകളിൽ സാന്തം ചെയ്യുന്നില്ലേ സുരക്ഷയും.
സ്ത്രീകളുടെ സുരക്ഷ ഏത് കാലത്തും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏത് ഭരണകൂടങ്ങൾ വന്നാലും ഒരു ഭരണകൂടത്തിൻ്റെ മാന്യതയുടെയും അതിൻ്റെ ധാർമ്മിക നിലവാരത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നീ ചെയ്യുന്നില്ലേ ചോദിക്കുക. നമ്പുന്നില്ലല്ലി അവരെ ചൊല്ലാറില്ലല്ലി ഗോപ്യവും. പഴയൊരു മനോഭാവമാണ്. അതായത് ഇങ്ങനെ സ്ത്രീകളെ രക്ഷിക്കുക വേണ്ടതാണ്, അവരെ വേണ്ട പോലെ പാലിക്കേണ്ടതാണ്, മറ്റു രഹസ്യങ്ങളൊന്നും അവരോട് പറയരുതെന്ന്. ഗോപ്യമായി വെക്കേണ്ട കാര്യങ്ങളൊക്കെ സ്ത്രീകളോട് പറഞ്ഞാൽ അവരത് പറഞ്ഞു വരുത്തും. അവർ ചവലകളാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. അതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ. പിന്നെ നേരത്തെ കാലത്ത് എഴുന്നേൽക്കുന്നില്ലേ? അതുപോലെ ഒരു രാജാവിനോട് ചോദിക്കണമെങ്കിൽ ഈ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള അത്ര പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രാന്നം തോറും ഉണർന്നേറ്റു ചെല്ലാറില്ലേ ചമഞ്ഞു നീ. അന്നം എന്ന് പറഞ്ഞാൽ പകലാണ്. പകലിനെ പ്രധാനമായി 5 ഭാഗമായി തിരിക്കാറുണ്ട്. പ്രാന്നം, പൂർവാന്നം, മധ്യാഹ്നം, അത് കഴിഞ്ഞാൽ അപരാഹ്നം, സായാഹ്നം എന്ന് പറയും. അപ്പോൾ അതിലേറ്റവും ആദ്യത്താണ് പ്രാന്നം. ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തും. ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം. അതാണ് ധാർമ്മികരായ ആളുകൾ ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്തിട്ട് രാജ്യകാര്യങ്ങളിൽ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ലേ? ഇങ്ങനെ നമ്മൾക്ക് ഇന്നത്തെ നിലയ്ക്ക് നിസ്സാരമാകാൻ തോന്നുന്ന കാര്യങ്ങൾ പോലും ചോദിക്കുന്നില്ല. നമുക്ക് എന്തോ ഇത് വലിയ കാര്യമായി തോന്നാറില്ല. പറയാണ് വേലക്കാരൊക്കെ തന്നെ വേണ്ട പോലെ കാണിക്കുന്നില്ലേ, ധനധാന്യങ്ങളൊക്കെ വേണ്ട പോലെ സൂക്ഷിക്കുന്നില്ലേ, ജലവും പിന്നെ വിത്തുമൊക്കെ വെറുതെ കളയുന്നില്ലല്ലോ, പിതൃകാര്യവും ദേവകാര്യവും നടത്തുന്നില്ലേ, ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നില്ല. ഇങ്ങനെ അനവധി ചോദിക്കാണ്. ചോരന്മാർ, കള്ളന്മാരെയും വഞ്ചകന്മാരൊക്കെ വേണ്ട പോലെ ശിക്ഷിക്കുന്നില്ലേ, കുറ്റം ചുമത്തപ്പെടാത്തവർ ശിക്ഷിക്കാതിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അന്യായമായ ശിക്ഷ ഒന്നും ആർക്കും ഉണ്ടാവരുത്. ഒറ്റയ്ക്ക് കാര്യം ചിന്തിക്കരുത്. നാസ്തിക്യം, ഭോഷ്ക്, അരിശം, പ്രമാദം, ദീർഘസൂത്രത ഇതൊന്നും നിന്നെ ബാധിക്കുന്നില്ലല്ലോ എന്നാണ്. ഇതൊക്കെ രാജഭരണത്തിന് ദോഷമായി തീരും. പിന്നെ വഴി പോലെ ഇന്ദ്രിയതയും ഷഡ്ഗുണ്യം ദൈവമാനുഷം, എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും എന്തല്ലേ അതൊക്കെ വിസ്തരിക്കാത്ത അനവധി ദശ പഞ്ച ചതുർവർഗം പറഞ്ഞത്. അതായത് രാജാക്കന്മാർ പലതിനെ ആശ്രയിച്ചിട്ടാണ്. മന്ത്രിമാർ, ഭണ്ഡാരങ്ങൾ, സൈന്യം, കോട്ടകൾ, ഇങ്ങനെയൊക്കെ മന്ത്രിമാർക്കും രാജാക്കന്മാർക്ക് ദുർഗങ്ങളുണ്ട്. അതിനൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ് ഇതൊക്കെ വേണ്ട പോലെ ചെയ്യുന്നില്ലേ. ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് വിവരിക്കണമെങ്കിൽ നമ്മൾ അർത്ഥശാസ്ത്ര സംബന്ധമായ പല പരികല്പനകൾ ഓർമ്മിക്കണം. അത് അത്ര വിസ്തരിക്കുന്നില്ല. എന്നാൽ ഇതൊക്കെ വേണ്ട പോലെ ചെയ്യുന്നില്ലേ. ഫലവത്തല്ലി നിൻ വേദം, ഫലവത്തല്ലി നിൻ ക്രിയ, ഫലാഢ്യല്ലി നിൻ പത്നി, ഫലവത്തല്ലി നിൻ ശ്രുതം. രസമായി ചോദിക്കുക, നീ പഠിച്ചതൊക്കെ വേണ്ട പോലെ ഫലവത്താവുന്നില്ലേ? അല്ല, ചെറുപ്പകാലത്ത് ക്ഷത്രിയന്മാർ വേദാധ്യയനമൊക്കെ ഉള്ളവരാണ്. അതൊക്കെ പഠിച്ചു എന്നല്ലാതെ അത് പ്രവൃത്തിപത്ത് കൊണ്ടുവരുന്നത് വെറുതെ ആയി പോകും. അതൊക്കെ നീ വേണ്ട പോലെ ചെയ്യുന്നില്ലേ? നിൻ്റെ പഠിപ്പിലൊക്കെ അല്ലേ നിൻ്റെ ബുദ്ധി നിൽക്കുന്നതാണ്. സ്വാതുല്യ ഭക്ഷ്യം ഒറ്റയ്ക്കോ ഭക്ഷിപ്പീരല്ലി രാഘവ. വളരെ രസകരമായിട്ട് തോന്നും. അതൊക്കെ ധർമ്മത്തെക്കുറിച്ചുള്ള സൂക്ഷ്മബോധമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. നീ നല്ല ഭക്ഷണമൊന്നും തനിച്ച് കഴിക്കുന്നില്ലല്ലോ എന്നാണ് ചോദിച്ചത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ്. ഗൃഹസ്ഥന്മാർ, രാജാവായാലും ആരായിരുന്നാലും തനിക്ക് ഭക്ഷ്യവസ്തുക്കളൊക്കെ, സ്വാദിഷ്ടമായ ഭക്ഷണ വസ്തുക്കളൊക്കെ തനിക്ക് മാത്രമായിട്ട് വെക്കുക, താൻ മാത്രമായിട്ട് കഴിക്കുക, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമോ, മറ്റുള്ളവർക്ക് ഉണ്ടോ, മറ്റുള്ളവർക്ക് കൊടുത്തോ ശ്രദ്ധിക്കാതിരിക്കുക, അതൊക്കെ വലിയ പാപമായിട്ടാണ് പണ്ട് കരുതിയിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 15-ാം അധ്യായത്തിൽ യുധിഷ്ഠിരൻ അർജുനോട് കുറേ ചോദ്യം ചോദിക്കുന്നതാണ്. അത് ചോദിക്കുന്നുണ്ട്, നീ വൃദ്ധന്മാർക്കോ, കുട്ടികൾക്കോ, ബാലന്മാർക്കോ, കുമാരികൾക്കോ, ഗർഭിണികൾക്കൊന്നും കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുവോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട്. അത് വലിയൊരു തെറ്റും വലിയൊരു അധർമ്മമായിട്ടാണ് പണ്ട് കരുതിയത് നഷ്ടം. അതുകൊണ്ടാണ് ഒരു രാജാധികാരത്തിൽ ഇരിക്കേണ്ട ഈ ഭരതനോട് ചോദിക്കുകയാണ്, നീ അതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. ഇങ്ങനെ അനേക ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി അതിനുശേഷം ഭരതൻ അങ്ങോട്ട് പറയുന്ന മറുപടികളും അച്ഛൻ്റെ മരണവിവരം രാമൻ അറിയുന്നു, രാമൻ്റെ ശോക വിലാപങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ പറയാം. ഇത് കുറച്ച് ദീർഘമായ സർഗായതോട് കുറച്ച് വിസ്തരിച്ചു എന്നേ ഉള്ളൂ. എന്നാലും വളരെ പഠനീയങ്ങളായ പല കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.